പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ബ്രൊക്കോലി ഇഷ്ടപ്പെടാത്തവർ വരെ ഇഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു അരപ്പൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. കടയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് എണ്ണ വേണേലും ഒഴിക്കാവുന്നതാണ്. കുറച്ച് കടുകും വറ്റൽമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിയിട്ട് ഒരു അര സ്പൂണോളം ഇഞ്ചി കൊത്തിയരിഞ്ഞാണ് ചേർക്കേണ്ടത്. ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇഞ്ചിയുടെ ഫ്ലേവർ ഒന്ന് എണ്ണയിൽ വന്നതിന് ശേഷം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിരിക്കുന്ന അരയോ മുക്കാലോ കപ്പ് സവാള, ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതോടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ആ സവാളയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി 2 ചെറിയ തക്കാളിയാണ്, അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കണം. ഇനി ഈ തക്കാളിയോടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ആ തക്കാളിയുടെ വെള്ളമയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയാൽ മാത്രം മതി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്ത് വഴറ്റുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇല്ലെങ്കിൽ ചെറിയ തീയിലിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയാലും മതി, പെട്ടെന്ന് വഴന്ന് കിട്ടും. തക്കാളിയുടെ വെള്ളമയൊക്കെ ഒന്ന് മാറി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ബ്രൊക്കോളിയാണ് ചേർത്തിട്ടുള്ളത്. ഒരെണ്ണമാണ് ഇത് ചേർക്കുന്നത്. ബ്രൊക്കോളി ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത് കുറച്ച് നേരം മുക്കി വെച്ചിരുന്നു. അതിനുശേഷം നല്ലവണ്ണം കഴുകിയെടുത്ത് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ ഒരേ കനത്തിൽ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയോടെ ചേർക്കുന്നുണ്ട്. ഒരു അരത്തവിയോളം വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ വെള്ളം തളിക്കുക എന്ന് പറയത്തില്ലേ, അത്രയും വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തട്ടിപ്പൊത്തി ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇത് നല്ലവണ്ണം ബ്രൊക്കോളി വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർക്കുക. വെള്ളം ഒട്ടുമില്ല, നല്ലവണ്ണം ബ്രൊക്കോളി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പ് ചേർക്കണം. മിക്സിയുടെ ചെറിയ ചേറെടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണോളം പെരിഞ്ചീരകം, 2-3 കറിവേപ്പില, ഒരു 1/2 അല്ലെങ്കിൽ 3/4 കപ്പോളം തേങ്ങയോടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ആ പെരിഞ്ചീരകമൊക്കെ ഒന്ന് മുറിഞ്ഞ് കിട്ടണമെന്ന് മാത്രം. ഇല്ലെങ്കിൽ വേറൊരു രീതി ചെയ്യാവുന്നതാണ്. പെരിഞ്ചീരകം മാത്രം എടുത്ത് നല്ലവണ്ണം അമ്മിക്കല്ലിലിട്ട് ചതച്ചതിന് ശേഷം ചേർക്കുക. പിന്നീട് തേങ്ങ അരയ്ക്കാതെ തന്നെ ഡയറക്റ്റ് തിരുമ്പി ചേർക്കാവുന്നതുമാണ്. അരപ്പ് മൊത്തം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ അരപ്പ് മാത്രമല്ല, ഇനിയും ചേർക്കാനുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് അടുത്ത് ചേർക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ സൈഡിലോട്ടൊന്ന് മാറ്റി ഒരു കുഴി പോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഇനി ഞാൻ ഈ ഒരളവിന് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഒരല്പം ഉപ്പും ശകലം കുരുമുളകിൻ്റെ പൊടിയോടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതോടെ ആ സെൻറ്ററിലോട്ട് ഒഴിക്കുകയാണ്. ഈ സമയത്ത് തീ നല്ലവണ്ണം കൂട്ടി വയ്ക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് കൂട്ടി ഇളക്കണം. തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. പെട്ടെന്ന് മുട്ട വേകുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല തേങ്ങാപ്പീര പോലെ നല്ല പിരിപിരാന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ആ ബ്രൊക്കോളിയുടെ എല്ലാ ഭാഗത്തും ആ മുട്ടയുടെ ടേസ്റ്റ് വരണം. നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം 1-2 മിനിറ്റ് ആവശ്യമായിട്ട് വരും. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. തീ കൂട്ടിയും വെച്ചിരിക്കണം. മുട്ടയൊക്കെ നല്ലവണ്ണം വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തോരനൊക്കെ കാബേജ് തോരനും ബീൻസ് തോരനും പോലെയൊക്കെ പിരിപിരാന്ന് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമായി ഒന്നും തന്നെ ഇല്ല. ഈ ഇളക്കുന്ന സമയം കൊണ്ട് തന്നെ ആ തേങ്ങയൊക്കെ നല്ലവണ്ണം ചൂടായി ആ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട്. തോരൻ ഇങ്ങനെ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ വേണം ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്. അടിയിലൊന്നും ഒന്നും വെള്ളമയമില്ല,
ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.